പ്രത്യേക ഒരു കാര്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണാൻ പോകുന്നത്. കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ തേങ്ങാ ചമ്മന്തിക്ക് പ്രത്യേകം വില. ചമ്മന്തിക്ക് ബില്ല് രേഖപ്പെടുത്തിയിരിക്കുന്നത് 8 രൂപയാണ്. ഇപ്പോൾ നോക്കൂ, അതിൽ സ്നാക്സ് ചട്നി എന്ന് കൊടുത്തിരിക്കുന്നത് 8 രൂപ. അതുപോലെ ഗോലിബാജ എന്നുള്ളതിന് 12 രൂപ. അത് രണ്ടെണ്ണമാണ് വാങ്ങിയിരിക്കുന്നത്. 6 രൂപ ഇതാണ്. അതിന്റെ കൂടെയുള്ള സ്നാക്സ് ചട്നി പ്രത്യേകം രേഖപ്പെടുത്തി 8 രൂപ ബില്ലിൽ ഈടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഹോട്ടലിൽ കയറുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പണ്ടത്തെ പോലെ ഒരു കോംബോ ആയിട്ടല്ല ദോശ. പൊറോട്ടയ്ക്ക് ഗ്രേവി കൊടുക്കേണ്ട കാര്യമില്ല എന്ന് കോടതി വിധി വന്നപ്പോഴേ ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്, ഇതൊക്കെ ഇങ്ങനെ തന്നെ വരുമെന്ന്. കുറച്ചെങ്കിലും ബോധമുള്ള ഒരു ജഡ്ജി ആയിരുന്നെങ്കിൽ, കാരണം സാധാരണക്കാരുടെ അവകാശം കൂടെ അല്ലെങ്കിൽ സാധാരണക്കാരിലൂടെ ഒന്ന് നോക്കി കാണുന്ന ഒരു ജഡ്ജിയാണെങ്കിൽ ഇതൊക്കെ മുൻകൂട്ടി ചിന്തിക്കുമായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വിധി കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടാണ് ഇപ്പം ഇതൊക്കെ നമുക്ക് കാണേണ്ടതായിട്ട് വരുന്നത്. ഇനി അനുഭവിച്ചേ പറ്റൂ, വേറെ നിവൃത്തിയില്ല. ഇനി കടയിൽ ചെന്നിട്ട് ഒരു 10 പൊറോട്ട അല്ലെങ്കിൽ ദോശ മേടിച്ചിട്ട് ഗ്രേവി ചോദിച്ചു കഴിഞ്ഞാൽ അവർ പോയി പണി നോക്കാൻ പറയും. കോടതി വിധി ഗ്രേവി കൊടുക്കല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അതുപോലാണ് ഇപ്പം ഈ ചമ്മന്തിയുടെ കേസ് കെട്ടും. ഇനിയിപ്പോൾ നോക്കിക്കോണേ, ഇനി പൊറോട്ടയ്ക്ക് ഗ്രേവി വേണമെങ്കിൽ അത് എക്സ്ട്രാ പൈസ ഇനി വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും കാലങ്ങളിൽ പല കടകളും ഈടാക്കും. കാരണം ഇതുകൊണ്ട് ഈ ഒരു കോടതി വിധി അവർക്ക് ഒരു നേട്ടം തന്നെയാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ തന്നെ അറുത്താണ് ഓരോ ഹോട്ടലുകളിൽ പൈസ മേടിക്കുന്നത്. ഇപ്പം നല്ലൊരു തട്ടുകടയിൽ ചെന്നാൽ നമുക്ക് എങ്ങനെ പോയാലും ഒരു 200 രൂപ കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ 100 രൂപ കയ്യിലുണ്ടെങ്കിൽ വയറ് നിറച്ച് നമുക്ക് ഫുഡ് കഴിക്കാം. നേരെ മറിച്ച് അതേ ഫുഡ് ഒരു അത്യാവശ്യം നല്ലൊരു ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് തൂണും കുറച്ച് കമ്പും കഴുക്കോലും കുത്തി വെച്ചേക്കുന്ന ഒരു ഹോട്ടലിൽ ചെന്ന് കയറി കഴിഞ്ഞാൽ ഇവിടെ 200 രൂപയ്ക്ക് കഴിച്ചത് അവിടെ 500 രൂപയുടെ ബില്ലും നമ്മൾ അടച്ചിട്ട് വരേണ്ടതായിട്ട് വരും. സെയിം ഫുഡ് തന്നെ, സെയിം ക്വാളിറ്റി, സെയിം ഫുഡും സെയിം. ഇപ്പം ടേസ്റ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പല കടകളിലും പല ടേസ്റ്റ് ആയിരിക്കും. അപ്പം അതിൽ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആൾക്കാരും വെക്കുന്ന ഫുഡാണ്. അപ്പം പല രീതിയിലുള്ള ചേരുവകൾ ചേർക്കുന്നുണ്ട്, പല രീതിയിൽ വെക്കുന്നു. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ വെക്കുന്നത് പല ടേസ്റ്റ് അല്ലേ, പല ആൾക്കാരും വെക്കുന്നത് പല ടേസ്റ്റാണ്. അപ്പം ടേസ്റ്റിന്റെ കാര്യത്തിലൊന്നും ഒന്നും പറയേണ്ട കാര്യമില്ല. പക്ഷേ ക്വാളിറ്റിയുടെ കാര്യത്തിലായാലും അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയുടെ കാര്യത്തിൽ, ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു തട്ടുകടയിൽ നിന്ന് കഴിക്കുമ്പോൾ തന്നെ അതിൽ ഇഷ്ടംപോലെ ക്വാണ്ടിറ്റി നമുക്ക് അവർ വാരിക്കോരി തരുന്നുണ്ട്. നേരെ മറിച്ച് ഇവിടെ വന്നിരുന്നൊരു ചാരുകസേരയിൽ നിന്ന് കഴിക്കുന്ന അവിടെ ഒരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഫുഡ് കിട്ടത്തുമില്ല. രണ്ടാമത് ചോദിച്ചാൽ തന്നെ അവരെ വായിരിക്കുന്നത് കേൾക്കാൻ വരേണ്ടതായിട്ടുണ്ട്. അപ്പം ആ അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇവിടെ ചമ്മന്തിക്ക് 8 രൂപ ഈടാക്കുന്ന കൊച്ചിയിലെ ഒരു ഹോട്ടലിന്റെ കാര്യമാണ് പറയുന്നത്. പക്ഷെ അവർ പേര് പറഞ്ഞിട്ടില്ല കേട്ടോ, പേര് പറഞ്ഞിട്ടില്ല. അത് ഞാൻ പറഞ്ഞുതരാം ഏത് ഹോട്ടലാണ്. കൊച്ചിയിലെ ഒരു ഹോട്ടലിലും നിങ്ങൾ അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ഹോട്ടലിലും ഞാൻ കണ്ടിട്ടില്ല, ഒരു ഹോട്ടലിലും ചമ്മന്തിക്ക് എക്സ്ട്രാ പൈസ അവർ ഈടാക്കത്തില്ല. ഈടാക്കിയതായിട്ട് എൻ്റെ അറിവിലില്ല ഇതുവരെയും. ഇപ്പം ഈ ഒരു ആദ്യത്തെ സംഭവമാണ് ഞാൻ കാണുന്നത്, ചമ്മന്തിക്ക് 8 രൂപ ഈടാക്കിയത്. ഈ പറയാലോ, തേങ്ങയുടെ വില കൂടിയോണ്ടാണ് ചമ്മന്തിക്ക് പൈസ കൂട്ടിയെന്ന് പറയാലോ. അതൊന്നും ഒരു ന്യായമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഇത് സാധാരണക്കാരായ ആൾക്കാരെ ചീറ്റ് ചെയ്യുന്നതും പറ്റിക്കുന്നതും, അല്ലെങ്കിൽ അവരെ കയ്യിൽ നിന്ന് അവരെ പിച്ചച്ചട്ടിയിൽ നിന്ന് കൈയിട്ട് വാരിയെടുക്കുക എന്ന് പറയാമല്ലോ, അതേ അവസ്ഥയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഹോട്ടലിൽ. അപ്പോൾ ഈ ഒരു ഹോട്ടലിൻ്റെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും. ഹംഗ്രി മൃണാളിൻ്റെ റെസ്റ്റോറൻറ്റിലാണ്. ഈ മൃണാളിനെ പറ്റിയിട്ട് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ അടുത്ത സമയത്തൊക്കെ ഒരുപാട് ചാനലുകാരെ എടുത്തിട്ട് ട്രോളി ഏറി കയറ്റി വെച്ചേക്കുന്ന ഒരു വ്യക്തിയാണ് ഈ മൃണാൾ. ഒരു ഫുഡ് ബ്ലോഗറാണ്, അറിയപ്പെടുന്ന ഒരു ഫുഡ് ബ്ലോഗർ എന്ന് പറഞ്ഞിട്ട് സ്വയം പൊങ്ങി നടക്കുന്ന ഒരു മനുഷ്യനാണ്, ഒരു വ്യക്തിയാണ് ഈ മൃണാൾ. അപ്പം ഇയാൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണപ്പെട്ട കടകളിൽ, തട്ടുകടകളിൽ, റെസ്റ്റോറൻറ്റുകളിൽ പാവങ്ങളെ കച്ചവടം കൂട്ടിക്കാനായിട്ട് അവിടെ ചെന്നിരുന്ന് ഫുഡ് ബ്ലോഗർ എന്നൊരു പേരിൽ അവിടെ ചെന്നിരുന്ന് ഓസിന് ഫുഡ് കഴിച്ചിട്ട് അവിടെ നടക്കുന്ന, അല്ലെങ്കിൽ അവിടുത്തെ ആംബിയൻസ്, അല്ലെങ്കിൽ ആ ഫുഡിനെ പറ്റിയിട്ട് കുറ്റം പറയുക. ഉപ്പില്ല, മുളകില്ല, മല്ലിയില്ല, ചുക്കില്ല, ചുണ്ണാമ്പില്ല എന്ന് പറഞ്ഞിട്ട് ഫുഡിനെ പറ്റിയിട്ട് കുറ്റം പറയുക. അതുപോലെ ആംബിയൻസ് കൊള്ളത്തില്ല, അല്ലെങ്കിൽ അവിടെ ഈച്ച വന്നിരിക്കുന്നു, കാക്ക വന്നിരിക്കുന്നു, കിളി വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കുറ്റങ്ങളൊക്കെ പറഞ്ഞ് പല ഹോട്ടൽ വരെയും, പല ഹോട്ടലിൻ്റെ കച്ചവടം വരെയും കൂട്ടിച്ച വ്യക്തിയാണ് ഈ മൃണാൾ. ഇപ്പം ഇയാൾ സ്വന്തമായിട്ട് കൊണ്ടൊരു കൊച്ചിയിലൊരു ഹോട്ടൽ ഇട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈച്ച പോലും അവിടെ മേടിക്കാൻ വരുന്നില്ലെന്നാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അതൊക്കെ ഞാൻ വരും ഇതിൽ ഞാൻ പറഞ്ഞുതരാം, കാണിച്ചു തരാം. ഓക്കെ. അപ്പം അങ്ങനെ അവിടെ ഇപ്പം കഴിക്കാൻ പോകുന്നവരെല്ലാം ഒന്നടങ്കം കുറ്റം പറയുവാണ്. കാരണം അവിടെ ഹൈജീനിക് അല്ല, വൃത്തിയില്ല, കാരണം ഫുഡിന് ടേസ്റ്റ് ഇല്ല, കാരണം ക്വാണ്ടിറ്റി ഇല്ല. അതുപോലെ ആദ്യം ചെന്ന് ബില്ല് പേ ചെയ്തിട്ട് വേണം വന്ന് അവിടെ ഇരുന്ന് ഫുഡ് മേടിച്ചുകൊണ്ടുവന്ന് കഴിക്കാൻ. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ മറ്റുള്ള കടകളിൽ ചെന്ന് ഇയാൾ ഈ ഒരു സംരംഭം തുടങ്ങുന്നതിന് മുമ്പേ മറ്റുള്ള കടകളിൽ ചെന്നിരുന്ന് ഇതേപോലുള്ള പല കുറ്റങ്ങളും ഇയാളെ
ക്യാമറയുടെ മുമ്പിൽ അല്ലെങ്കിൽ ഇയാളെ വീഡിയോയുടെ മുമ്പിൽ സംസാരിച്ച് ഇയാളെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്ത് ഇയാൾ കാശുണ്ടാക്കി പല ആൾക്കാരെയും കുറ്റപ്പെടുത്തി പല ആൾക്കാരുടെയും കച്ചവടം പൂട്ടിച്ചിട്ടുണ്ട് ഇയാൾ. അപ്പം ആ വ്യക്തി സ്വന്തമായിട്ടൊരു ഹോട്ടൽ തുടങ്ങിയപ്പോഴത്തേക്ക് ഇതൊന്നും അയാൾ ഫോളോ ചെയ്യുന്നില്ല, ഇതൊന്നും അയാൾക്ക് ഒരു പ്രശ്നമേ അല്ലെന്നുള്ള രീതിയിലാണ് നടക്കുന്നത്. പക്ഷേ മലയാളികൾ വെറുതെ വിടുവോ? ഇല്ല, മലയാളികൾ വെറുതെ വിടത്തില്ല. കണ്ട അവിടെ ഇവിടെയും ചെന്നിട്ട് സാധാ പാവപ്പെട്ട ആൾക്കാരെ കടയിൽ കയറി ചെന്നിട്ട് അല്ലെങ്കിൽ അവിടുന്ന് ഓസിന് ഞണ്ണി പൈസ കൊടുത്ത് ഞണ്ണി എന്നിട്ട് അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് അവിടെ അങ്ങനെ ശരിയായില്ല, ഇങ്ങനെ ശരിയായില്ല, അതിന് ഉപ്പില്ല, മുളകില്ല, ഫുഡ് കൊള്ളത്തില്ല, ബിരിയാണി കൊള്ളത്തില്ല. അപ്പം അത് കൊള്ളത്തില്ല എന്തുകൊണ്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവരുടെ അടുത്ത് പറയും, നിങ്ങൾ ബിരിയാണി കഴിച്ചിട്ടില്ല, നിങ്ങൾ നല്ല ബിരിയാണി കഴിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ നല്ല ചായ കുടിച്ചിട്ടില്ല, നിങ്ങൾ നല്ല ചിക്കൻ ഫ്രൈ കഴിച്ചിട്ടില്ല എന്ന് തിരിച്ച് മറുപടി പറയുന്നതാണ് ഈ മൃണാളിൻ്റെ സ്വഭാവം. പിന്നെ ഈ ഒരു തേങ്ങയ്ക്ക്, ഈ ഒരു വാഴയ്ക്ക്, മരവാഴയ്ക്ക് എന്തെങ്കിലും അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ചക്ക മാങ്ങ തേങ്ങ എന്ന് പറയുന്ന ഒരു സ്വഭാവമാണ്. ഇപ്പം ഈ റീസെൻ്റായിട്ട് 2-3 ഇൻ്റർവ്യൂ ഞാൻ കാണാൻ ഇടയുണ്ടായി. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ ആങ്കർ ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും ഇയാൾ കറക്റ്റായിട്ട് ഒരു ആൻസറും പറയുന്നില്ല. ആങ്കർ ചക്കയെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇയാൾ തേങ്ങയെന്ന് പറയും, ആങ്കർ മാങ്ങയെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇയാൾ ചുക്കെന്ന് പറയും. അങ്ങനെയുള്ള മറുപടിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൃണാൾ വഴുതി പോകുന്നൊരു 2-3 ഇൻ്റർവ്യൂവിൽ ഞാൻ അങ്ങനെ കണ്ടത്. എന്നുവെച്ചാൽ എസ്കേപ്പ് ആവുക, പുള്ളി അങ്ങ് എസ്കേപ്പ് ആവുക, പുള്ളിക്ക് പറയാനൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്വയം അങ്ങ് രക്ഷപ്പെടുന്ന രീതിയിലുള്ള ഇൻ്റർവ്യൂ ഒക്കെയാണ് ഞാൻ കണ്ടത്. ഓക്കെ, അപ്പം ഇയാളെ റെസ്റ്റോറൻറ്റിലാണ് ഇപ്പം ഇയാളെ ഹോട്ടലിൽ, കൊച്ചിയിലുള്ള ഹോട്ടലിലാണ്, റെസ്റ്റോറൻറ്റിലാണ് ഈ 8 രൂപയ്ക്ക് ചമ്മന്തി നമ്മളിപ്പം എന്തെങ്കിലും മേടിച്ച് വട മേടിച്ചാലോ അല്ലെങ്കിൽ ഉഴുന്ന് വീട മേടിച്ചാലോ അതിൻ്റെ കൂടെ എക്സ്ട്രാ പൈസയും കൂടെ കൊടുത്തിട്ട് ഈ ചമ്മന്തി മേടിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുള്ളത്. ഏതെങ്കിലും ഒരു കടയിൽ ഈ ചമ്മന്തിക്ക് പൈസ ഈടാക്കുന്നുണ്ടോ? നിങ്ങൾ പറ. സാധാരണക്കാരൻ്റെ ഒരു തട്ടുകടയിൽ പോയി കഴിച്ചാൽ വാരിക്കൂരി 2 ദോശ മേടിക്കുകയാണെങ്കിലും വാരിക്കൂരി ചമ്മന്തിയെല്ലാം നമുക്ക് അവിടെ ചമ്മന്തി മുളകും എല്ലാം എടുത്ത് നമുക്ക് കഴിക്കാം അല്ലേ? എത്ര വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അപ്പം സാധാരണക്കാർക്ക് വേണ്ടി എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് സത്യം പറഞ്ഞാൽ സാധാരണക്കാരൻ്റെ പോക്കറ്റിൽ നിന്ന് കൈയിട്ട് വാരി അവരെ ഊറ്റി തിന്ന് ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം. ഇതിലും നല്ലത് കമ്പിപ്പാറ എടുത്ത് കക്കാൻ ഇറങ്ങുന്നതാണ് മരവാഴ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ എവിടെയാണ് അതിന് മാത്രം ഈച്ച? നിങ്ങൾ എടുത്തുകൊണ്ടോന്നുണ്ടോ ഈച്ച ഇടുന്നത്? നിങ്ങളുടെ ദേഹത്ത് വന്നിരുന്നോ? അപ്പൊ എനിക്കിത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, മാത്രമല്ല പെസ്റ്റ് കൺട്രോൾ നമ്മളെല്ലാം. എടാ മരവാഴേ, താൻ എത്ര ഹോട്ടലുകളിൽ കയറി, സാധാരണപ്പെട്ട കടകളിൽ കയറി ഈച്ച ഉണ്ടെന്ന് പറഞ്ഞിട്ട് തൻ്റെ വ്ളോഗിൽ കൊണ്ട് ഇട്ടിട്ടുണ്ട്, തൻ്റെ വീഡിയോയിൽ കൊണ്ട് ഇട്ടിട്ടുണ്ട്. അവർ എത്ര പേരെ കച്ചവടം താൻ പൂട്ടിച്ചിട്ടുണ്ട്. അപ്പം തൻ്റെ കടയിൽ വന്ന് ഈച്ച ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് അപ്പം തനിക്ക് അതിന് കുഴപ്പമില്ല അല്ലേ? അപ്പം അങ്ങനെ പറയുന്നവർക്ക് താൻ പറയുക ഈച്ചയൊന്നും തങ്ങ പോക്കറ്റ് ഇട്ടുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോകുന്നില്ലല്ലോ എന്നാണ് താൻ മറുപടി കൊടുക്കുന്നത് അല്ലേ? അപ്പം ഇതുപോലെ താൻ എത്ര അടുത്ത് നിന്നിട്ട് അവിടെ ഈച്ചയുണ്ട് പൂച്ചയുണ്ടെന്നൊക്കെ താൻ തൻ്റെ വ്ളോഗിൽ വീഡിയോയിൽ വന്നിട്ട് തിന്ന് കയറ്റിയിട്ട് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ഫുഡ് കൊള്ളത്തില്ല, അത് കൊള്ളത്തില്ല, ഇത് കൊള്ളത്തില്ല. കേരളത്തിൽ എന്തോരം ഫുഡ് വ്ളോഗേഴ്സ് ഉണ്ടെന്നറിയാവും. ഇപ്പം ഇത്രമാത്രം ഈ ചെയ്യുന്ന വീഡിയോക്കെല്ലാം പോകുന്ന കടകളിലെല്ലാം കയറിയിട്ട് നെഗറ്റീവ് പറയുന്ന ഒരു ഫുഡ് ബ്ലോഗറെയും ഞാൻ കണ്ടിട്ടില്ല. സത്യസന്ധമായിട്ട് മാത്രമാണ് മിക്കുള്ള ഫുഡ് ബ്ലോഗർമാരെയും വീഡിയോ ഞാൻ കണ്ടിട്ടുള്ളത്. അവർ കറക്റ്റായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയും. ഇത് നീ എവിടെ ചെന്നാലും ഏത് ഹോട്ടലിൽ കയറിയാലും നീ അവിടെ നിന്ന് കുറ്റം പറഞ്ഞിട്ടേ ഇറങ്ങും. അവിടെ ഉള്ള ഫുഡ് കൊള്ളത്തില്ല, അവിടെ അത് കൊള്ളത്തില്ല, ഇത് കൊള്ളത്തില്ല എന്നെല്ലാം പറഞ്ഞിട്ട് നീ നിന്റെ ഹോട്ടലിൽ വന്നിട്ട് നീ ഒരു ഹോട്ടൽ വെച്ചിട്ട് അവിടെ എന്താണ് കാണിക്കുന്നത്? അവിടെ ഈച്ചയുണ്ട്, പൂച്ചയുണ്ട്, പല്ലിയുണ്ട്, പാറ്റയുണ്ട്, ഫുഡ് കൊള്ളത്തില്ല, ഫുഡിനാണെങ്കിൽ ഹൈ റേറ്റും. അതുപോലെ മുമ്പേ ചെന്ന് പല വീഡിയോയിലും നീ പറഞ്ഞിട്ടുണ്ട് മുമ്പേ പൈസ അടച്ചിട്ട് വേണം ഫുഡ് കഴിക്കണമെന്ന്. അപ്പം ആ സിസ്റ്റം എല്ലാം നീ നിന്റെ ഹോട്ടലിൽ കൊണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പഴയ ഒരു വീഡിയോയിൽ ടോക്കണിൻ്റെ കാര്യവും പറയുന്നുണ്ട്. അപ്പം ടോക്കണെ പറ്റിയിട്ട് ഒരു ഹോട്ടലിനകത്ത് ടോക്കണെ പറ്റിയിട്ട് കുറ്റം പറഞ്ഞാൽ നീ നിന്റെ ഹോട്ടലിലും കൊണ്ട് ടോക്കൺ വെച്ചിട്ടുണ്ട്. അപ്പം കർമ്മ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പം അതാണ് ഇപ്പം കറങ്ങി തിരിഞ്ഞ് വന്നേക്കുന്നത്. മനസ്സിലായോ? പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം കോഴിമുട്ട വെക്കുന്നില്ല. മൃണാൾ കോഴിമുട്ട വെക്കുന്നില്ല, കാശ് എന്നാലേ വെക്കുള്ളൂ. പിന്നല്ലാണ്ട് കോഴിമുട്ട മേടിക്കാൻ പൈസ കൊടുക്കണം. എനിക്ക് കോക ബാക്കിയുണ്ട്, എനിക്ക് ബാക്കിയുണ്ട് സൈഡ് ഡിഷ് കുറച്ച്. ഈ ഈച്ച വീണ ബിരിയാണിയിൽ ഒരു കോഴിമുട്ട പുഴുങ്ങിയത് വെക്കണമെങ്കിൽ അതിനും കാശ് കൊടുക്കണമെന്ന്. നാണമുണ്ടോടാ മൃണാളെ നിനക്ക്? നാണമുണ്ടോ? ചെങ്കിൽ ഉളുപ്പുണ്ടോ? സത്യം പറഞ്ഞ ഒരു മരവാഴയെന്ന് തന്നെ പറയാം. കാരണം ഇവിടെ എല്ലാം കയറി ഇറങ്ങി വീഡിയോ എടുത്ത് ഫുഡ് ബ്ലോഗും ചെയ്തിട്ട് അവിടെ കടയിലെല്ലാം പോയി കുറ്റം പറഞ്ഞ് ഇപ്പം എത്രയോ വീഡിയോസിനകത്ത് പറയുന്നുണ്ട് ബിരിയാണി കൊള്ളത്തില്ല, അല്ലെങ്കിൽ കൊള്ളത്തില്ലെന്ന് പറയുമ്പോഴത്തേക്ക് കടക്കാരൻ ചോദിക്കുമ്പോഴത്തേക്ക് എന്തുകൊണ്ട് കൊള്ളത്തില്ലെന്ന് പറയുമ്പോഴത്തേക്ക് അത് നിങ്ങളൊന്നും നല്ല ബിരിയാണി കഴിച്ചിട്ടില്ല എന്ന്. നിനക്ക് നല്ല ബിരിയാണി കാണണമെങ്കിൽ നീ എൻ്റെ നാട്ടിലേക്ക് പറഞ്ഞോളെ, ഞാൻ കാണിച്ചു തരാം നിനക്ക് നല്ല ബിരിയാണി. നീ ഇപ്പം പറഞ്ഞല്ലോ കോഴിമുട്ട തരണമെങ്കിൽ പൈസ തരണമെന്ന്. കോഴിമുട്ട വെക്കണമെങ്കിൽ ബിരിയാണിക്കകത്ത് കോഴിമുട്ട വെക്കണമെങ്കിൽ പൈസ തരണമെന്ന്.
ഇപ്പം ഞാൻ കയറിയിട്ടുള്ള കടകളിലെല്ലാം ചിക്കൻ ബിരിയാണിക്കകത്ത് കോഴിമുട്ട ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം അത് എന്തുകൊണ്ട് ഇല്ല എന്ന് വെക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് എനിക്കറിയത്തില്ല. അത് കാരണം ഇവന്മാർക്കൊക്കെ അറിയാം. ഇതുപോലുള്ള ആർത്തിപ്പണ്ടാരങ്ങൾക്ക് റെസ്റ്റോറൻറ്റ് പേരും നല്ല ഫുഡും എന്നുള്ളൊരു പേരും കൊണ്ടിട്ടിട്ട് ലാസ്റ്റ് അവിടെ കൊടുക്കുന്ന മൊത്തം വൃത്തികെട്ട ഫുഡും അതുപോലെ ഇതുപോലുള്ള അന്യായ റേറ്റിന് കൊടുക്കുന്ന ഇവന്മാരൊക്കെയാണ് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്. സാധാരണക്കാർ തുടങ്ങുന്ന എല്ലാ കടകളിലും സാധാരണക്കാരെ എല്ലാ ഹോട്ടലിനകത്തും അതിനകത്ത് നല്ല ക്വാണ്ടിറ്റിയിലുള്ള റൈസ് കിട്ടും, അതുപോലെ കറി ചിക്കൻ പീസ് കിട്ടും, അതുപോലെ അതിനകത്തൊരു കോഴിമുട്ട കിട്ടും. ഇതെല്ലാം കൂടെ കൂട്ടി നോക്കിയാൽ അവർ മേടിക്കുന്ന ഒരു 120-130 രൂപയാണ് മേടിക്കുന്നത് ഒരു ബിരിയാണി, ഒരു ഹാഫ് ബിരിയാണിക്ക് മേടിക്കുന്ന റേറ്റ്. ഇവൻ പറഞ്ഞല്ലോ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കടയിട്ടേക്കുന്നത്, ഇത് സാധാരണക്കാരൻ്റെ കടയാണെന്ന്. അങ്ങനെയാണെങ്കിൽ സാധാരണക്കാരൻ്റെ കടയാണെങ്കിൽ കോഴിമുട്ട ചിക്കൻ ബിരിയാണിയിൽ വെച്ച് കൊടുക്കണം, അതാണ് വേണ്ടുന്നത്. അല്ലാതെ സാധാരണക്കാരൻ്റെ ബോർഡും വെച്ചിട്ട് അവിടെ കയറിയിട്ട് അറുത്ത വിലയ്ക്ക് ഉപ്പ് കഴിക്കാത്ത രീതിയിൽ ഫുഡ് വിളമ്പിയിട്ടൊന്നും ഒരു കാര്യമില്ല. മൃണാളെ സ്വന്തം കടയെ വെളുപ്പിച്ചെടുക്കാൻ ഇപ്പോൾ ഡെയിലി വീഡിയോ ഇട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ. ബിഗ് ബോസിൽ പോയി സായം പിടിച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം സാധാരണക്കാരൻ്റെ കടയെന്ന് പറഞ്ഞിട്ട് സാധാരണക്കാരൻ്റെ പോക്കറ്റ് തന്നെ അറുത്ത് കയറി അവിടെ വെച്ചിട്ട് പോണ ഗതിയാണ് ഈ ഒരു ഹോട്ടലിൽ അല്ലെങ്കിൽ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി കഴിഞ്ഞാലുള്ള ഗതി എന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, കൊച്ചിയിൽ ആരെങ്കിലും ഈ റെസ്റ്റോറൻറ്റിൽ പോയി അല്ലെങ്കിൽ ഈ മൃണാളിൻ്റെ ഈ കടയിൽ പോയി ഫുഡ് കഴിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം സീ യു.